ഹലോ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ് പേർഷ്യൻ മലയാളി. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ദുബായ് മോളിൽ ആർട്ട് മ്യൂസിയം കാണാനാണ്. അപ്പോൾ ആർട്ട് മ്യൂസിയത്തിന് കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിത് ഇത് കണ്ട് ഈ ഒരു ചൈന ടൗൺ മാതിരി ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചേക്കാണ്. അവരുടെ ലാംപ്സ് ഒക്കെ വെച്ച് നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഇന്ന് ആർട്ട് മ്യൂസിയം കാണാൻ വന്നാണ്. നമുക്ക് ആർട്ട് മ്യൂസിയം പോയി കാണാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ലബു ചട്ടൻ ഇരിക്കുന്നത് കേക്കിന്റെ എല്ലാം മണ്ടയ്ക്ക്. ഇവിടെ ഒരാൾ മറിഞ്ഞു കിടക്കുന്നു. പിന്നെ ഇവിടെ എല്ലാ ആൾക്കാർ പൊങ്ങി പൊങ്ങി ഇങ്ങനെ കേക്കിന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ബർത്ത്ഡേ കേക്ക്സ് ആണ്. ഇത് കേക്ക് ഷോപ്പാണ്, സീസൺസ് ടീ എന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഇവിടുത്തെ ഐസ് സ്കേറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ എനിക്കൊന്ന് പൈസ കൊടുക്കണം, പിള്ളേർക്കൊക്കെ ഐസ് സ്കേറ്റിംഗ് ചെയ്യാം. നോർമൽ സ്കേറ്റിംഗ് അല്ല, അത് ഫുൾ ഐസ് ആണ് അവിടെ താഴെ. ഫ്യൂവൽ സെൽ. അങ്ങനെ നമ്മൾ ദുബായ് മോളിന്റെ അകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ദുബായ് മോളിന്റെ മുഴുവൻ വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്ക് 4-5 ബ്ലോക്സ് വേണം. ആർട്ട് മ്യൂസിയം ഇതാണ്. ആർട്ട് മ്യൂസിയമിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, എൻട്രൻസ് ആണെന്ന് പറഞ്ഞിട്ട്. ലെഫ്റ്റ് സൈഡിലാണ് ആർട്ട്. ഇതാണ് കേട്ടോ ദുബായ് ആർട്ട് മ്യൂസിയത്തിന്റെ എൻട്രൻസ്. എന്തൊരു ഭംഗിയാന്ന് നോക്കി, വേവ്സ് അടിക്കുന്ന പോലെ കാണിക്കുന്നവര്. ഫുൾ വാളിൽ കാണിക്കുവാണ് വേവ്സ് അടിക്കുന്നത്. ഇതാണ് അപ്പം ദുബായ് ആർട്ട് മ്യൂസിയം. ഞങ്ങൾ ഇവിടോട്ട് കയറാം. Okay. Hi, I'm good. How are you? 2 tickets. One is this, another. This way. Thank you. നമുക്ക് ഇവിടെ സൗകര്യമായിട്ട് ഇരുന്ന് കാണാം, എൻജോയ് ചെയ്യാം. ഇത് നമ്മൾ ആർട്ട് മ്യൂസിയത്തിൽ കയറുമ്പോൾ ഫസ്റ്റ് ഏരിയ ആണ്. വേവ്സ് എന്നായിരുന്നു തോന്നുന്നു അതിൻ്റെ പേര്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം അതിൽ കയറുന്ന ഉടനെ ഇങ്ങനെ ഒരു വലിയ സ്ക്രീനിൽ ഇങ്ങനെ കടലിങ്ങനെ എരച്ച് വരുന്നതായിട്ട്, പിന്നെ അതിൻ്റെ ശബ്ദവും നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ. നമുക്കവിടെ അവർ സോഫ, ചെറിയൊരു സോഫ ഒക്കെ സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഈ ശബ്ദം നമുക്ക് കണ്ടിരിക്കാം. നമുക്ക് എന്തുവാ കടലിൻ്റെ സൈഡിലിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കടലിനുള്ളിലൂടെ ഷിപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്ര റഫ് സീ ഒക്കെ ഉണ്ടാവത്തില്ല. ഭയങ്കര ഈ കടലിലൊക്കെ ഒരുപാട് എന്താ പറയുക, അലകളടിക്കുന്ന മണമുണ്ടോ, നല്ല മണം. അവിടെ നോക്കിയ മിറർ ഫുള്ള്. Nice fragrance. ഞാൻ തൊട്ടോ കേട്ടോ ഇത്. ഇതൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു, ഇല്യൂഷൻ മാതിരി. ഫുൾ റോസ് ഫ്ലവേഴ്സാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ എൻട്രിയിലോട്ട് അങ്ങോട്ട് കയറി ആ റൂമിൻ്റെ ഒരു ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു മണം, ഫുൾ നമുക്ക് ഈ റോസിൻ്റെ ഒരു മണം, നമ്മൾ ഈ പനിനീറിൻ്റെ ഒക്കെ ഒരു മണമില്ല, ഒരു ലൈറ്റ് ഒരു റോസ് ഫ്രേഗ്രൻസ്, റോസാപ്പൂവിൻ്റെ മണം. ആ ഒരു മണമായിരുന്നു ആ റൂമിൽ മൊത്തം. അവിടെ നിന്ന് സമയം ഫുൾ ടൈമും നമുക്ക് ഈ ഒരു മണമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കൊരു ഇല്യൂഷൻ, നമുക്ക് ഏതോ ഒരു ഡ്രീം വേൾഡിൽ പോയ പോലെ തോന്നും. നമുക്ക് ചുറ്റും പൂക്കൾ, നമ്മൾ എവിടെ പോയി നിന്നാലും നമ്മുടെ ദേഹത്തും പൂവിൻ്റെ ഒരു ലേസർ ലൈറ്റ് പോലെ അടിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് ആ മണം, അത് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ. ഇവിടെ അടിപൊളി.
വിരിഞ്ഞ് വരുന്നുണ്ട് ബാക്കിൽ ഫ്ലവർ. പല കളറിൽ വിരിഞ്ഞ് വരും. തറയിലെല്ലാം പെറ്റൽസ് 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 പെറ്റൽസ്. വാ. Wow. Oh my God. ഇവിടുത്തെ കേട്ടൺ, ഈ റൂമിൻ്റെ കേട്ടൺ അങ്ങോട്ട് തുറന്നുകൊണ്ടാണ് ഞാനങ്ങ് മെസ്മറൈസ് ആയപ്പോൾ എന്നൊക്കെ പറയത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഏതോ ഒരു മായാ ലോകത്തെത്തിയ പോലെ എനിക്ക് തോന്നി. നമ്മൾ ഈ വാട്ടർഫോൾസൊക്കെ എവിടെ, നമ്മളൊരു വലിയൊരു മൗണ്ടൻ്റെ അവിടെ അല്ലെ അങ്ങനത്തെ ഒക്കെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കാണുന്ന സാധനം. ഇതിനകത്തൊക്കെ ഞാൻ അങ്ങോട്ട് കയറിയ ഉടനെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊരു വാട്ടർഫോളിൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. അവിടുത്തെ ആ വെള്ളം വീഴുന്നതിൻ്റെ ആ സൗണ്ടും പിന്നെ അവിടുത്തെ ഒരു ലൈറ്റിങ്ങും ഒക്കെ, ഇത് ഫുള്ള് മിററാണ് കേട്ടോ. ആൻഡ് ആ കാണുന്നതൊന്നും ഒരു ഡ്രോപ്പ് വെള്ളം പോലും അവിടെ ഇല്ല. അത് ഫുൾ മിറർ ഇമേജും ഇല്യൂഷനുമാണ്. പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് അത് അവരവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ എത്ര നേരം നിന്നാലും മടിക്കില്ല. അത്ര ഒരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നത്. ആ മേലിൽ ഗ്ലാസ് വെച്ചവർ അതങ്ങനെ കാണിച്ചേക്കുവാണ്. എനിക്ക് ഈ റൂമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആർട്ട് മ്യൂസിയമിൽ. നമുക്ക് ഒരു അവിടെ ചെന്ന് കയറുമ്പോൾ നമുക്ക് റിയലായിട്ട് നമുക്ക് ഒരു വാട്ടർഫോളിൻ്റെ ഒരു ഫീലിംഗ് വരും, ഒരു ഹാപ്പിനെസ് വരും. നമുക്ക് എന്തൊക്കെയൊക്കെയോ ഒരു നമ്മളൊരു ഓരോത്തേക്ക് പോകുന്ന പോലെ തോന്നും. അത്ര ഒരു ഇവിടെ വരും. ഞങ്ങളങ്ങനെ വാട്ടർഫോൾസിലാണ് നേരിട്ട്, ഒറിജിനൽ അല്ലെങ്കിലും നല്ല അടിപൊളി ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ്. നമ്മുടെ കാലിൽ ഇങ്ങനെ വേവ്സ്, എന്റെ കാലിൽ വേവ്സ്. എനിക്ക് തെന്നുന്ന പോലെ തോന്നുന്നു. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയിലാണ്. ഇവിടെ ചെല്ലപ്പം തന്നെ നമ്മൾ ഒരു ഇൻ ടു ദ വുഡ്സിലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ തോന്നിക്കത്തക്ക രീതിയിലുള്ളൊരു ഏരിയയാണ്. അവിടെ നമുക്കിങ്ങനെ ആനിമേഷൻ പോലുള്ള പല ജീവികളെ നമുക്ക് കാണാൻ പറ്റും. പറന്നു വരുന്ന ഒരു ഡ്രാഗൺ കണ്ടില്ലേ? ഇങ്ങനെ പറന്നു വരുന്ന ഒരു ഡ്രാഗൺ പോലത്തെ ഒരു ബേർഡ്, വലിയൊരു ബേർഡ്. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള, ഡിസ്നി മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു കുറച്ച് ബേർഡ്സിനെ, ആനിമൽസിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വളരെ രസകരമായിരുന്നു ആ കാഴ്ച. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. വളരെ എല്ലാവർക്കും ഒരു വളരെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. അടുത്താണ് നമുക്കൊരു കൺഫ്യൂഷൻ. ഇതുണ്ടോ വരുന്നേ? മാൻ
കളറിങ് ആ കളറിങ് ചെയ്യുന്ന ഞാൻ അന്ന് കണ്ട ആമയാ പെയിന്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ കുറേ ഷീറ്റ്സ് വെച്ചേക്കുന്നത്, അതിലൊക്കെ ഈ മീൻ അവിടെ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന മീനുകളുടെ പടമുണ്ട്. ഒക്ടോപ്പസും പിന്നെ ആമയും പിന്നെ വലിയ മീനും എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ അത് കളർ ചെയ്യാം. അപ്പോൾ ഒത്തിരി പേര് അവിടെ നിന്ന് കളർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അതിലൊരു ആമ എടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ അക്വേറിയം മേടിച്ചപ്പോൾ മുതൽ അന്ന് ഞാൻ അവിടെ പോയപ്പോൾ ആമയെ കണ്ടത്. അന്നും എനിക്ക് ആമയോട് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം. അപ്പം ഞാൻ അവിടെ നിന്ന് ആമ എടുത്തു. എന്നിട്ട് ഞാൻ അന്ന് കണ്ട ആമയുടെ കളർ തന്നെ കൊടുക്കാൻ വിചാരിച്ചിട്ട് ആമയെ തപ്പി പിടിച്ചിട്ട് അവിടുത്തെ ഡ്രോയിങ് ബോർഡ് ഇതാണ് അതിൻ്റെ ആമ ഏറ്റവും അടിയിലാണ് ആമയുടെ അതിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആമയുടെ പേപ്പർ എടുത്തിട്ട് ഞാൻ അവിടെ പോയിരുന്ന് പെയിൻറ്റ് ചെയ്ത്. അപ്പോഴാണ് ഈ ഒരു ഫിഷിൻ്റെ അടുത്ത് അതെന്തോ ഒരു പോംഫ്രെറ്റ് ഫിഷ് പോലെ നമ്മുടെ ആവലി പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോഴാണ് അതിനെ അങ്ങ് കളർഫുൾ ആക്കിയിട്ട് അങ്ങ് പെയിൻ്റ് അടിച്ചു. അപ്പം ഞാനാണെങ്കിൽ ആമയുടെ എടുത്തിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഞാൻ കണ്ട ആമ എന്ന് വെച്ചാൽ ഞാനന്ന് ഒരു ഇത് അക്വേറിയത്തിൽ കണ്ട ആമ ഗ്രീൻ ഷെല്ലൊക്കെ ഉള്ളൊരു ആമയുടെ ഇങ്ങനെ പതിയെ പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ട് അതിന് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ അതിൻ്റെ ആ പേപ്പർ ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കളറെല്ലാം അടിച്ചതിന് ശേഷം അവിടെ ഒരു സ്കാനർ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ സ്കാനറിലോട്ട് കൊണ്ട് ഇതിങ്ങനെ വച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും, അത് സ്കാൻ ചെയ്തിട്ട് അവിടെ എഴുതി വരും ടേർട്ടിളാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളോട് അവർ ഇമ്മീഡിയറ്റ്ലി ആ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി വരും. മേളിലോട്ട് നോക്കണം, നമ്മുടെ ആ വലിയ സ്ക്രീൻ മീനൊക്കെ നടക്കുന്ന സ്ക്രീൻ കാണിച്ചില്ലേ, അവിടോട്ട് നോക്കാൻ പറയും നമ്മളോട്. അപ്പം നമ്മൾ അവിടോട്ട് നോക്കുന്ന ഉടനെ കണ്ടില്ലേ ഇങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, അവിടോട്ട് വെക്കണം. അത് കറക്റ്റ് അറേഞ്ച് ചെയ്ത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അവിടോട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആ ചെറിയ സ്ക്രീനിലാണ് അത് അവർ ആമയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. പിന്നെ നമ്മളോട് ചോദിക്കും ആമയാണോ. നമ്മൾ യെസ് എന്ന് കൊടുത്താൽ ഉടനെ തന്നെ ആ ഒരു സ്ക്രീനിലോട്ട് ആ മേളത്തെ റൈറ്റ് സൈഡിലെ വലിയ സ്ക്രീനിലോട്ട് വെക്കാൻ പറയും. അപ്പോൾ തന്നെ അവിടെ ചാടി വരും ആമ കേട്ടോ. ആ ആമ ഞാൻ പെയിൻറ്റ് ചെയ്ത ആമയാണ് ആ ഇറങ്ങി വന്നേക്കുന്നതായിട്ട് കാണിക്കുന്ന ഇതിലോട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് മീനിൻ്റെ പടം വെച്ചപ്പോഴും ആ മീനിനെ സ്കാൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി നമ്മളോട് റൈറ്റിലോട്ട് നോക്കാൻ പറയും. നമ്മൾ റൈറ്റിലോട്ട് നോക്കാം, ഈ പെയിൻ്റ് അടിച്ച ഈ കളർഫുൾ മീൻ തന്നെ ആ സൈഡിൽ കൂടെ വരും. അപ്പോൾ അത് പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും, അത് കാണാൻ നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും. നമ്മൾ പെയിൻ്റ് അടിച്ച മീൻ അവിടെ സ്ക്രീനിൽ ഇങ്ങനെ നീന്തി വരുന്നത് കാണാനൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ 1-2 തവണ എൻ്റെ ആമയെ തന്നെ വീണ്ടും വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ ആ താഴെ കണ്ട റൈറ്റ് സൈഡിൽ പ്രേൺ വരച്ച മീനാണ്, ആ കളർഫുൾ മീൻ. ഞാൻ ചൂണ്ടുന്നത് പ്രേൺ വരച്ച കളർഫുൾ മീനാണ്. അപ്പോൾ സത്യം ഞാൻ എൻ്റെ ആമയുടെ പെയിൻറ്റിങ് വെച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ശരിയായിട്ട് എൻ്റെ ആമ വന്നത്. അതുകൊണ്ട് ഞാൻ
മീൻ്റെ അടുത്ത് മാറ്റി ഞാൻ വീണ്ടും ആമ എടുത്ത് വെച്ച് ഞാൻ എൻ്റേത് വീണ്ടും നോക്കി ഇങ്ങനെ പച്ചിച്ച് വരുന്നത്. അതുപോലെ ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. വീണ്ടും വന്ന് എൻ്റെ ആമ, ഞാൻ രണ്ടാമത് വീണ്ടും വെച്ചതാണ്. അപ്പോൾ വീണ്ടും സഡൻലി ചാടി എവിടുന്നോ വരും ആ സ്ക്രീനിലോട്ട്, കടലിലോട്ട്. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, നമ്മൾ വരച്ചതിനെ അവർ അതിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ആ വരച്ച സാധനം നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ഇത് റൊമാൻറ്റിക് തണ്ടർ എന്നുള്ളൊരു റൂം, ഒരു അതിന് അസൈൻഡ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ അവിടെ റൊമാൻറ്റിക് എന്ന് എഴുതിയതിനാൽ അവിടെ എല്ലാം ഒരു പിങ്കിഷ് ഷെയ്ഡായിരുന്നു ആകപ്പാട്. പിന്നെ അവിടെ കണ്ടില്ല ഇങ്ങനെ കൊല്ലിമീൻ എന്നൊക്കെ പറയല്ലായിരുന്നു, നമ്മളൊക്കെ കൊല്ലിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ്നിങ് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു തണ്ടർ സൗണ്ട്, ഇടിവെട്ടിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് അവിടെ കാണാൻ. കുറച്ച് നമ്മളിങ്ങനെ നിൽക്കും, കുറേ നേരം നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒരുമാതിരി കണ്ണൊന്നും കാണാതെ പോലെ ആവും. ആകെപ്പാടെ ഇരുട്ടിൽ കണ്ണിലോട്ട് ഇങ്ങനെ വെളിച്ചടിക്കുന്ന പോലെ. നമ്മൾ ആ കോർണറിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ ലൈറ്റിനിങ് ഒക്കെ അടിക്കുന്ന പോലൊക്കെ വരും. അത് കാണാൻ രസമാണ്. നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, നമ്മളെ കാണുന്നവർക്ക് അത് രസം. അപ്പോൾ എനിക്ക് മുന്നേ അവിടെ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ഞാനും അത് കണ്ടിട്ട് അവിടെ പോയി ഇങ്ങനെ നിന്ന്. അപ്പോൾ ഫ്രണ്ട് വീഡിയോ പിടിച്ചത് കാണാൻ രസമുണ്ട്. കണ്ടോ നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ ലൈറ്റ്നിങ് അടിക്കുന്ന പോലുള്ളൊരു എഫക്റ്റ്, 3D എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ചെറിയൊരു ലൈറ്റ് മ്യൂസിക്കും ഉണ്ടായിരുന്നു അവിടെ, പ്ലസ് ഇങ്ങനൊരു ലൈറ്റ്നിങ്ങും തണ്ടറും അങ്ങനെയൊക്കെയായിരുന്നു. ഇതൊരു ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അപ്പം നമ്മൾ അതിലോട്ട് പോകുമ്പോഴേ ഇപ്പം നോക്കൂ, ഈ ഒരു ഗാർഡൻ പോലൊക്കെ എന്തൊക്കെയോ സൈഡിൽ ഫുൾ വാള്, അവിടെ ചുറ്റും 4 വാൾസും പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ചെറിയ വാൾ പോലൊക്കെ വെച്ചേക്കുന്നത്, അതിലെല്ലാം ഇങ്ങനെ ലൈറ്റ്സ് പോലെ. അപ്പോൾ ഇതിൽ ഓരോ ഷോയും ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ആ സെയിം ഷോ റിപ്പീറ്റ് ആവത്തുള്ളൂ. എവറി 5 മിനിറ്റ്സ് വേറെ ഷോസ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഷോ ഫിനിഷായിട്ട് അടുത്തത് തുടങ്ങി. ഇപ്പോൾ കാണിക്കുന്ന ഡെസേർട്ടും പിന്നെ നമ്മുടെ ദുബായിലുള്ള ഈ വലിയ ഈ എന്താ പറയുന്നത് ബുർജ് അൽ അറബും ബുർജ് ഖലീഫയും പിന്നെ ഐ ദുബായ് അങ്ങനത്തെ ഒക്കെ ഇവിടുത്തെ ചില സ്പെഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതും ഡെസേർട്ടും അതൊക്കെയാണ്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ എന്തോ ഗാർഡൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി മാറി ഇതായി. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പം തന്നെ ഒരു 5 മിനിറ്റ്സ് ഇത് കാണിച്ചിട്ട് വീണ്ടും വേറെ ഒന്നായി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി റിപ്പീറ്റ് ആവുന്ന ഹാഫ് ആൻ അവർ കഴിഞ്ഞായിരിക്കും. ആ ഹാഫ് ആൻ അവറിനുള്ളിൽ ഇങ്ങനെ പല ഇങ്ങനെ സ്ക്രീൻസ് ഇങ്ങനെ ഷോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഈ കൗച്ച് മാതിരി സോഫാസ് മാതിരിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. കാണാനൊക്കെ ഒരു രസമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഏറ്റവും ലാസ്റ്റ് റൂമായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഉള്ളതൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ സാധാ ഒരു മൂവിയൊക്കെ കാണുന്ന പോലെ, ഒരു 3D ഒരു ആനിമേഷൻ മൂവിയൊക്കെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം കുറേ നേരം അവർ ഒരു 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് സെയിം കാര്യങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ. ഇത് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പനയിൽ ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ടും, കുറച്ച് കഴിഞ്ഞാൽ പന മൊത്തം പൂക്കുന്നതായിട്ട് കാണിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഗ്രാസിൽ ഗ്രാസെല്ലാം പൂത്ത് അവിടെ എല്ലാം പൂ വരുന്ന പോലെ കാണിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പം അവിടെ എല്ലാം വലിയ ബിൽഡിങ്സ് പൊങ്ങി വരുന്ന കാണിക്കും. എന്ന് വെച്ചാൽ ബേസിക്കലി ദുബായ് എങ്ങനെ ഒരു ഇത്ര ഭംഗിയായുള്ള സ്ഥലം ഉണ്ടായി വരുന്നതായിട്ട് ഇങ്ങനെ കണ്ടോ പൂത്ത് വരുന്നത്. എല്ലാം ഫ്ലവറിങ്, നല്ല പൂക്കളെല്ലാം ആയി. സോ അതിൽ നിന്ന് ഒട്ടകം വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു 3D ആയിട്ട് അവർ കാണിച്ചേക്കുവാണ് എങ്ങനെ കിടന്നൊരു സ്ഥലം, മരുഭൂമിയായിട്ട് കിടന്നൊരു സ്ഥലം എങ്ങനെയാണ് ദുബായ് എത്ര ബ്യൂട്ടിഫുള്ളാക്കി മാറ്റിയെന്നുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു കണ്ടോ ദുബായ് മ്യൂസിയം വന്ന്. അപ്പോൾ അവിടെ വന്ന പുതിയ ബിൽഡിങ്സിന് എല്ലാ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കാണിക്കുന്ന ഒരു വിഷ്വലായിരുന്നത്. ഇത് ഈ ഒരു വിഷ്വലിൻ്റെ ഇമ്മീഡിയറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എന്തോ ഈ UK കുറേ പഴയ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും അവിടുത്തെ കുറേ സ്ത്രീകളുടെ വേഷങ്ങളും ആണുങ്ങളുടെ വേഷങ്ങളും അവിടുത്തെ കുറേ പാലസസ് അങ്ങനെയൊക്കെയാണ് കാണിച്ചത്. ഇതാണ് ദുബായ് ഫ്രെയിം. അതാണ് നമ്മുടെ ദ പാം ജുമേറ. ഞങ്ങളവിടെ പോയായിരുന്നു, ഞങ്ങൾ കാണിച്ചിരുന്നു നിങ്ങളെ യൂട്യൂബിൽ തന്നെ. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു ഇതിൽ കാണിച്ചിട്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ദുബായ് ഫ്രെയിം, അറ്റ്ലാന്റിസ് മ്യൂസിയം, ദുബായ് ഐ എല്ലാം ഉണ്ട്. ബുർജ് അൽ അറബ്.
തല ഇറങ്ങുന്നു. ആ ലാസ്റ്റ് കണ്ട നമ്മുടെ ആ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ളതിൻ്റെ അവിടെ തന്നെ ഒരു കോർണറിൽ ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഒരു വീഴുന്ന പോലൊക്കെ തോന്നും. അപ്പോൾ പിടിച്ചൊക്കെ കയറി മേളിൽ ചെന്ന് അപ്പോൾ സ്കൈ ബാർ എന്നാണ് അവരതിന് പേരിട്ടേക്കുന്നത്. അത് കണ്ടില്ലേ? കണ്ടാലും സ്കൈ ബാർ അല്ല, സോറി, ടീ ബാർ. അപ്പോൾ അവിടെ സ്കൈ കണ്ടുകൊണ്ട് ഞാൻ അറിയാം സ്കൈ ബാർ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കുറേ ടേബിൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഇരുന്ന് കഴിക്കുവാണെങ്കിൽ ഓരോ ടേബിളിനും അവർക്ക് എന്തോ ഡിസ്പ്ലേ ലൈറ്റ് പോലെ മേളിൽ നിന്ന് ഇങ്ങനെ അടിക്കും. അപ്പോൾ നമ്മൾ ഏത് ടേബിൾ ചൂസ് ചെയ്യുന്ന അവിടുത്തെ മാത്രം അവർ ഓൺ ചെയ്തിടും. നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കോഫിയോ അല്ലെ എന്ത് കഴിക്കുന്നെടുത്താലും നമ്മുടെ ആ കഴിക്കുന്ന ആഹാരത്തിൽ ഇങ്ങനെ ഓരോ ഡിസ്പ്ലേ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ ശരി എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ നിന്നപ്പോൾ ഒന്നും അവിടെ ഹോട്ടായിട്ടുള്ള ഒന്നുമില്ല. ഓൾറെഡി കുറേ നേരം നമ്മൾ എ സിയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം കുറേ കോൾഡ് ബെവറേജസും പിന്നെ എന്തോ തണുത്തിരിക്കുന്ന ഫ്രോസൺ കേക്ക്സും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വേണ്ടായിരുന്നു. ഓൾറെഡി തൊണ്ടയൊന്നും വയ്യാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതൊന്നും കഴിച്ചില്ല. അവിടെയൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ നിന്ന് താഴത്തെ വ്യൂ മേളിൽ നിന്ന് ഇങ്ങനെ നല്ലതായിട്ട് കാണാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം താഴത്തെ വ്യൂ ഇപ്പോൾ അവിടത്തെ കണ്ടില്ലേ, കുറച്ച് മുന്നേ കാണിച്ചുകൊണ്ടിരുന്ന ദുബായിയുടെ ആ ഒരു ദുബായ് ഉത്ഭവിച്ചത് ആ ഒരു ഷോ മാറിയിട്ട് ഇപ്പോൾ വേറെ ഷോ ആണ്. സോ അത് മാറിയപ്പോൾ മേളിൽ നിന്ന് കാണാൻ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഈ ഡിസ്റ്റൻറ്റ് വ്യൂ അല്ലേ കിട്ടുന്നത് നമുക്കപ്പം അത് കുറച്ച് നല്ലതായിരുന്നു. അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അതിൻ്റെ പുറത്തോട്ട് പോയി. A day in Paris. Yeah, it was nice. അങ്ങനെ ഞങ്ങൾ ആർട്ട് മ്യൂസിയം കണ്ടിറങ്ങി. ഇത് ആർട്ട് ഷോപ്പ്. അത് ആർട്ട് മ്യൂസിയം തീരുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഷോപ്പ് മാറിയിട്ടുണ്ട്. നമുക്ക് കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവർ കുറേ എന്താണ് പറയുന്നത്, ആൻറ്റീക് പീസസ് പോലെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. ഒരു വാസ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 6000 ദിറംസ് ആണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഏകദേശം ഒരു 6000 ദിറംസ് എത്ര വരുന്നുണ്ട്? ഒരു 1,40,000 രൂപയോളമാണ്. ഒരു ചെറിയൊരു ചെടിച്ചട്ടിയുടെ വില വെച്ചപ്പോൾ അത്ര ഭംഗിയാണ് അത് കാണാൻ. സോ ഇത്രയുള്ള ആർട്ട് മ്യൂസിയത്തിൻ്റെ വ്യൂസ്. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ ദുബായ് മോളിൻ്റെ അകത്താണ്. അങ്ങനെ ഞങ്ങൾ ആർട്ട് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേന് ഏകദേശം ഒരു 8 o'clock ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഹെവി ആയിട്ടൊന്നും ഇപ്പോൾ തൽക്കാലം കഴിക്കണ്ടെന്ന് വിചാരിച്ച് വീട്ടിൽ പോയി കഴിക്കാൻ, ഇങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കയ്യിൽ ഞാൻ എപ്പോഴും ഹോട്ട് വാട്ടർ കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ സിനബൺ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഈ ബൺസാണ് കിട്ടുന്നത്. നമ്മുടെ സാധാ ബണ്ണുണ്ടല്ലോ, അതിൽ ഈ നമ്മുടെ സിനമൺ എന്ന് പറഞ്ഞാൽ എന്തുവാ, കറുവാപ്പട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ, സിനമൺ സ്റ്റിക്ക്. അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഫ്ലേവർ ഇട്ട് ഒരു ചെറിയൊരു മധുരമൊക്കെ ഉള്ള ഒരു ബണ്ണ്. അതിൽ പല ഫ്ലേവേഴ്സിലാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു
നോർമൽ ഒരു ക്രീം സിനബണ്ണും പിന്നെ ഒരു കാരമൽ പിക്കാനട്ട് ഒരു നട്ടുണ്ട് ഈ വാൾനട്ട് പോലെയൊക്കെ ഇരിക്കുക അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരെണ്ണം ഒരു ബണ്ണും മേടിച്ചു. 2 ബണ്ണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് ബ്രാൻഡ് ബിൽ പേ ചെയ്യണം. സിനബണ്ണായ കടയുടെ പേര് കണ്ടില്ല മേളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് സാധനം അവർ നമുക്കുണ്ടല്ലോ വേണമെങ്കിൽ നമുക്കൊരു തണുത്തും തരും, പിന്നെ അവർ ചൂടാക്കിയും തരും. അപ്പോൾ നമ്മൾ ചൂടാക്കി തരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു അകത്തുള്ള മധുരവും ഷുഗറി ഇതും പിന്നെ ക്രീമും എല്ലാം ഒന്ന് മെൽറ്റാവും ചൂടാക്കി തരുമ്പോൾ സോഫ്റ്റും ആവും. അതുകൊണ്ട് ഇതാണ് കേട്ടോ രണ്ട് സാധനം തന്നിട്ടുണ്ട്. ട്രേയിൽ സ്പൂണും ഫോർക്കും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സാറ്റർഡേ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. വീക്കെൻഡ്സിൽ എസ്പെഷ്യലി ഇവിടെയൊക്കെ ദുബായിലെ മിക്ക സ്ഥലങ്ങളിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ പുള്ളി കണ്ടില്ലേ, പുള്ളി ബണ്ണിനുള്ള പ്രിപ്പറേഷൻസാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബണ്ണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ഒരു ബണ്ണിൻ്റെ ബേസ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അവരതിൻ്റെ മേളിലിടുന്ന ടോപ്പിങ്സാണ് അതിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഇങ്ങനെയാണ് ഈ പുള്ളി ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാക്കി റോൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന അവനിൽ വെച്ചിട്ട് അതിനെ ബേക്ക് ചെയ്യുമ്പോൾ അത് ഇച്ചിരി വീർത്തിങ്ങനെ വരും. ഫൈനലി ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. ഞങ്ങൾ ട്രേ ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. നല്ല അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഈ സാധനം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗ് ഞങ്ങളിവിടെ എൻഡ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് സീ യു ഇൻ ആർ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.